കർണാടക വനംവകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. സന്ദർശിച്ചു. പുളിങ്ങോം വില്ലേജിലെ മീന്തുള്ളി റവന്യൂ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ കുടിയിറക്കാനുള്ള കർണാടക വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്കും CPIM നേതാക്കൾക്കുമൊപ്പമാണ് എം.എൽ.എ. പ്രദേശവാസികളെ സന്ദർശിച്ചത്. ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ഏത് സമയത്തും അതിൻ്റെ കടന്നുവരവ് വലിയ ഭയാശങ്കയോടുകൂടി അഭിമുഖീകരിക്കുന്ന ജനങ്ങളാണ് ഈ പുളിങ്ങോം റവന്യൂ പ്രദേശത്ത് താമസിക്കുന്നത്. ആ വീട്ടുകാരെ കൂടുതൽ ആശങ്കയിലും വിഷമത്തിലും പ്രയാസത്തിലുമാക്കുന്ന നടപടികളാണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ എന്നുള്ളത് വളരെ ആശങ്കയുള്ളതുന്ന നിലയിലാണ്. കന്നഡയിൽ എഴുതിയിട്ടുള്ള ഓർഡറുകളാണ് വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകണം, ഇത് കർണാടകയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 50, 60, 70 വർഷത്തിലധികമായിട്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്കാണ് ഈ നോട്ടീസ് കർണാടക സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം ആശങ്കയുണർത്തുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുത്തി ഇവിടുന്ന് പോകാൻ ഒരു തരത്തിലും ഈ കുടുംബങ്ങൾ സന്നദ്ധമല്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൻ്റെ ഭൂമിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, വോട്ടർ പട്ടികയുണ്ട്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉള്ള വീടാണ്, അതിന് വീട്ട് നമ്പറുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് കുടിയൊഴിഞ്ഞ് പോകണം എന്ന് പറയുന്നത്. ഒരടിസ്ഥാനമില്ലാത്ത നിലയിലുള്ള നിലപാടാണ് ഇവിടെ ഫോറസ്റ്റുകാർ സ്വീകരിക്കുന്നത്. ഈ ഒരു വിഷയം കേരളവും കർണാടകയും സംയുക്തമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് തുനിയാതെ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, അവരെ തെരുവാധാരമാക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകർ, ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന KD അഗസ്റ്റിൻ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഈ ജനങ്ങളോടൊപ്പം ഏത് കാലത്തും ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം. കേരള റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നവർ കേരളീയരാണ്. ഏതെങ്കിലും നിലക്കൂടെ അതിർത്തി തർക്കത്തിനോ കർണാടക സർക്കാരുമായിട്ടോ ഗവൺമെൻറ്റുമായിട്ടോ ഒരു യുദ്ധത്തിനോ അല്ല നിൽക്കുന്നത്. ഇവിടെ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. അവരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് വേണ്ടി ന്യായമായിട്ടുള്ള പരിഹാരത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കർണാടക വനം വകുപ്പിന്റെ കുടിയിറക്ക് നോട്ടീസ് ലഭിച്ച പുളിങ്ങോം വില്ലേജ് പരിധിയിലെ താമസക്കാരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന മീന്തുള്ളി റവന്യൂവിലെ 14 കുടുംബങ്ങളെ കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും കർണാടകയുടെ കുടിയിറക്ക് നോട്ടീസ് ലഭിച്ച വിവരം റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എം.എൽ.എ. പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ രജിത സജി, മാത്യു കാരുത്താങ്കൽ, സജിനി മോഹൻ, KM ഷാജി, CPIM നേതാക്കളായ MM തോമസ്, KD അഗസ്റ്റിൻ, K കലാധരൻ തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.